സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് സാക്ഷ്യം വഹിച്ചത്. മണ്ഡലത്തിന്റെ നാനാതുറകളിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി വിവിധ പദ്ധതികളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മുത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ നിലമ്പൂരിലെ മാറ്റങ്ങൾ മാത്രം നോക്കിയാൽ തന്നെ ഇടതുപക്ഷത്തെ പ്രകീർത്തിക്കാത്ത ശബ്ദങ്ങളുണ്ടാകില്ല. 290 കോടിയുടെ റോഡ് വികസനമാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. എടക്കര മരുത റോഡ്, പാലക്കാട് മാമാങ്കര, വഴിക്കടവ് ചക്കരപ്പാടം, ചുങ്കത്തറ സുൽത്താൻപടി, ചുള്ളിയോട് പാട്ടക്കരിമ്പ്, പൂക്കോട്ടുംപാടം, TK കോളനി, മരംവെട്ടിച്ചാൽ, കാരപ്പുറം അങ്ങനെ 23ഓളം റോഡുകളാണ് വികസനത്തിന്റെ പാതയിലെത്തിയത്. തൃക്കൈക്കുത്തുപാലം, പഞ്ചായത്തങ്ങാടി പാലം, കരിയംതോട് പാലം തുടങ്ങി 10 പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു. പദ്ധതി വിഹിതം ലഭിച്ച സ്കൂളുകൾ 2016 മുതൽ 2023 വരെ സർക്കാരിന്റെ മിഷൻ പദ്ധതികളിൽ ഒന്നായ വിദ്യാകിരണം പദ്ധതിയിലൂടെ ജില്ലയിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ധനസഹായത്തോടെയും സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 4 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആദിവാസി ഊരുകളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണവും നടപ്പിലാക്കി. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പരിധിയിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകി. അമരമ്പലം 90.16 കോടി, കരുളായി 95.03 കോടി, ചുങ്കത്തറ 115.52 കോടി, എടക്കര 84.49 കോടിയുടെ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2016 മുതൽ 2023 വരെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്കായി ആകെ 7,55,36,300 രൂപയും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ ജില്ലയിൽ ആകെ 69.05 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂക്കോട്ടുംപാടം നിലമ്പൂർ മൈലാവടി വരെയുള്ള 2ാം റീച്ച് 10.9 കിലോമീറ്റർ നീളത്തിലാണ്. പൂക്കോട്ടുംപാടം കാളിക്കാവ് 3ാം റീച്ച് 60% പൂർത്തിയായി കഴിഞ്ഞു. ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം 2016 മുതൽ 2023 വരെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3327 ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 197 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള 42 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. NH മുഖേന ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനും 7 ലക്ഷം രൂപ ഫണ്ട് നൽകുന്നതിനുള്ള ഭരണാനുമതിയും ലഭ്യമായി. അങ്ങനെ 2016-24 കാലഘട്ടത്തിൽ 1800 കോടിയുടെ വികസനമാണ് സർക്കാർ നിലമ്പൂരിൽ നടപ്പിലാക്കിയത്. ഒരു മേഖല പോലും ഒഴിവാകാതെ എല്ലാ മേഖലയിലും കേരളം വളരുകയാണ്. അതിനൊപ്പം നിലമ്പൂരും. ഈ ചേല് M സ്വരാജിനൊപ്പം ഇനിയും തുടരും.